ഒരു ക്രമപ്രശ്നമുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹം ഈ ക്രമപ്രശ്നം അവതരിപ്പിക്കാവുന്നതാണ്. സാർ, ഈ സമയം തന്നതിന് നന്ദി. സാർ, ഇതൊരു പൊതുവിൽ നമ്മുടെ സഭയിൽ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമത്തിനകത്ത് ചെറിയൊരു പോരായ്മ വന്നു എന്നുള്ളതാണ് സാർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നടപടിക്രമങ്ങളെല്ലാം അനുസരിച്ചുള്ള കാര്യങ്ങൾ വെച്ചിട്ടില്ല. സാർ, വിവിധ ബജറ്റ് രേഖപ്പെടുത്തിയ കണക്കുകൾക്ക് പുറമെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ, നികുതി ഇളവിൻ്റെ കണക്കുകൾ, പുതിയ നികുതി ചുമത്തുമ്പോൾ ലഭിക്കുന്ന അധിക നികുതി വരുമാനം മുതലായ ബജറ്റ് പ്രസംഗത്തിലെ നമ്മുടെ ലാസ്റ്റ് പേജിൽ ടൈ എന്ന് പറയുന്ന ടൈയിൽ പുതുക്കിയ കണക്കുകളിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമഗ്രമായി അതിനകത്ത് പ്രതിഫലിക്കേണ്ടതുണ്ട്. സാർ, ഇത് ബജറ്റ് നടപടിക്രമങ്ങളുടെ ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ്. എന്നാൽ സഭയിൽ സമർപ്പിച്ച ബജറ്റ് പ്രസംഗം സൂക്ഷ്മമായി പരിശോധിച്ചതിൽ അനുവദിച്ച നികുതി ഇളവുകളിൽ നിന്നുള്ള, ഉദാഹരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചത്, സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറച്ചത് തുടങ്ങിയ ഉൾപ്പെടെ സാമ്പത്തിക ബാധ്യതകൾ പുതിയ നികുതി നിരക്കുകൾ നിശ്ചയിച്ചതിൽ നിന്ന് ലഭിക്കുന്ന, അതുപോലെ ഇത് വന്നിട്ടില്ല. അതുപോലെ തന്നെ പുതിയ നികുതി നിരക്കുകൾ നിശ്ചയിച്ചതിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം, അതും ഈ ടൈയുടെ ഭാഗമായിട്ട് കണക്ക് വരേണ്ടതാണ്. സാർ, ഈ വിവരങ്ങൾ ഒഴിവാക്കിയത് പുതുക്കിയ എസ്റ്റിമേറ്റ് പട്ടികയെ പൂർണ്ണമായും അതൊരു അപൂർണ രേഖയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സാർ, ഒരു ബജറ്റ് രേഖയിൽ നിന്ന് ഈ സഭയ്ക്ക് ലഭിക്കേണ്ട പൂർണ്ണവും സുതാര്യവുമായ വെളിപ്പെടുത്തൽ എന്ന മാനദണ്ഡത്തിന് വിരുദ്ധമാണിത്. ഇത്തരം വിവരങ്ങൾ ഇല്ലാതെ പുതുക്കിയ ബജറ്റിൻ്റെ യഥാർത്ഥ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിന് സഭാംഗങ്ങൾക്ക് ആവശ്യമായ രേഖകൾ നിഷേധിക്കപ്പെടുകയാണ് ഇതുവഴി. സാർ, ഇത് ബജറ്റിലെ കണക്കുകൾ പരിശോധിക്കാനുള്ള സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. സാർ, അതിനാൽ സഭയ്ക്ക് മുമ്പാകെ സമർപ്പിച്ച രേഖയുടെ ഔചിത്യത്തെയും പൂർണ്ണതയെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നതിനാൽ ബജറ്റിന്മേലുള്ള തുടർ നടപടികൾ സഭ പരിഗണിക്കുന്നതിന് മുമ്പായി പുതുക്കിയ എസ്റ്റിമേറ്റ് പട്ടിക അതിൻ്റെ യഥാർത്ഥവും പൂർണ്ണമായ രൂപത്തിൽ ലഭ്യമാക്കുന്നതിന് താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കാൻ സർക്കാരിന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഒന്ന്, പ്രഖ്യാപിച്ച ഓരോ നികുതി ഇളവുകൾ മുഖേനയും സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന വരുമാനത്തിൻ്റെ കണക്ക് വേണം. സാർ, അതുപോലെ ബജറ്റിൽ അവതരിപ്പിച്ച ഓരോ പുതിയ പ്രഖ്യാപനങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വരുമാനം വേണം. സാർ, ഇത് സംബന്ധിച്ച് അങ്ങയുടെ ഒരു റൂളിംഗ് ആവശ്യമാണ്. ഇത് സാധാരണഗതി വേറെ തർക്കമുള്ള കാര്യമല്ല സാർ, ഈ ടൈക്കകത്ത് വരേണ്ടതാണ്, അത് ചേർക്കണം എന്നുള്ളതാണ്. അത് രേഖയുടെ ഭാഗമായിട്ടൊരു സപ്ലിമെൻ്ററി ലിസ്റ്റ് കൂടി ഇതിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകളുടെ ഭാഗമായി വരേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 2026-27 അദ്ദേഹം തന്നെ, ബഹുമാനപ്പെട്ട അംഗം തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ അന്നത്തെ അധിക നികുതി വരുമാന നിർദ്ദേശങ്ങൾ അടങ്ങിയിരുന്നു. 2026-27 തന്നെ ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗം 4 751 മുതൽ 757 വരെയുള്ള ഖണ്ഡികയിൽ ഇവ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രസ്തുത നിർദ്ദേശങ്ങളുടെ വ്യാപനവും അധിക വരുമാനമായി ലഭ്യമാകുമെന്ന് ഉറപ്പില്ലാത്ത നിർദ്ദേശങ്ങളുമാണ് പുതുക്കിയ ബജറ്റിലുള്ളത്. അതായത്, ഉദാഹരണത്തിന് നമ്മുടെ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, ആ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയിൽ എത്ര രൂപയാണ് വരുന്നതെന്ന് യാതൊരു വിധത്തിലുള്ള ഇതുണ്ടാവില്ല. ഇളവുകൾ കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായി അത് എഴുതാൻ നമുക്ക് സാധ്യമല്ല. 2026-27 ആദ്യ ബജറ്റിലെ ടൈയിൽ അധിക നികുതി വരുമാനത്തെപ്പറ്റിയോ നികുതി ഇളവുകളെ പറ്റിയോ പ്രതിപാദിക്കുന്നില്ല, അങ്ങ് തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ. അതിനാൽ തന്നെ 2026-27 പുതുക്കിയ ബജറ്റിലെ ടൈയിലും ഇവ ഉൾക്കൊള്ളിച്ചിട്ടില്ല. സാർ, ഇവിടെ 11/3/2002 ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു, ചെയറിൽ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട റൂളിംഗ് ഉണ്ടായിരുന്നു. ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ അല്ല. ആർട്ടിക്കിൾ 202 അനുസരിച്ച് അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രസംഗം കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ അല്ല. ആർട്ടിക്കിൾ 202 അനുസരിച്ച് അത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടേബിളിൽ വെച്ചാൽ മതി. ഇവിടെ ടേബിളിൽ വെച്ചാൽ മതി. സാർ, ബജറ്റിനോടൊപ്പം സമർപ്പിക്കുന്ന എല്ലാ അനുബന്ധ രേഖകളും ഇവിടെ ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ടൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് വയ്ക്കാത്തത്. കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് ബജറ്റിൻ്റെ അവസാന ഭാഗത്തുമുണ്ട്, ബജറ്റിനോടൊപ്പമുള്ള സ്റ്റേറ്റ്മെൻറ്റിലുമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനത്തെ ബജറ്റ് എസ്റ്റിമേറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവശ്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ പാലിക്കേണ്ട, നടപടിക്രമങ്ങൾ പാലിക്കേണ്ട എല്ലാ കണക്കുകളും ഈ ബജറ്റിനോടൊപ്പമുള്ള രേഖകളിലുണ്ട് എന്ന് അറിയിക്കുന്നു. ബജറ്റ് പ്രസംഗത്തിൽ അനുവദിച്ച നികുതി ഇളവുകളിൽ നിന്നുള്ള സാമ്പത്തിക ബാധ്യതകൾ, പുതിയ നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം,
എന്നിവയുടെ ടൈയിൽ ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല എന്നും ആയതിനാൽ മേൽപ്പറഞ്ഞ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ശ്രീ KN ബാലഗോപാൽ തൻ്റെ കറോപ്രശ്നത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2026-27 ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൻ്റെ ടൈയിൽ അധിക നികുതി വരുമാനത്തെപ്പറ്റിയോ ഇളവുകളെ പറ്റിയോ പ്രതിപാദിക്കുന്നില്ല. ആയതിനാൽ 2026-27 പുതുക്കിയ ബജറ്റിലെ ടൈയിലും ഇവ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അംഗം ആവശ്യപ്പെട്ടതുപോലെ ഒരു അനുബന്ധ പ്രസ്താവനയുടെ ആവശ്യമുണ്ട് എന്ന് ചെയർ കരുതുന്നില്ല. അതുകൊണ്ട് ക്രമപ്രശ്നം തള്ളുന്നു.